അത്ര തിരക്കുള്ള ആളാണെങ്കിൽ കുറച്ച് ഒഴിവ് സമയം ഉണ്ടാവുമല്ലോ. ആ സമയമാണ് നമ്മൾ പല കാര്യങ്ങൾക്കാണ്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ആ സമയം ഈ ബൈബിൾ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അത് എന്ന് മാത്രമേ പറയുള്ളൂ. വേറെ കാര്യങ്ങൾ ഒഴിവാക്കി. പല കാര്യങ്ങൾ മൊബൈലിലൊക്കെ നോക്കുകയാണെങ്കിലും ബൈബിൾ വാക്യങ്ങൾ മാത്രമാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. മറ്റതെല്ലാം ഒഴിവാക്കി. പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഒഴിവാക്കി. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങൾ, ഇപ്പോൾ ജോലി സമയത്താണെങ്കിലും വീട്ടിലുള്ള സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും, അതിന് ഇന്ന സമയമൊന്നുമില്ല. ചിലപ്പോൾ യാത്ര സമയങ്ങളിലാണ് ഞാൻ കൂടുതൽ. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് ഒരു മണിക്കൂറോളം യാത്രയുണ്ട്. ഞാനത് ആദ്യമൊക്കെ പറയാറുണ്ട്. ആ 1 മണിക്കൂർ യാത്രയിൽ ഞാൻ തലേ ദിവസമൊക്കെ പഠിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ, ഇപ്പോൾ 1 അധ്യായം 2 അധ്യായമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് റിവിഷൻ നടത്തുന്നത് ഞാൻ ഈ യാത്രയിലാണ്. ഇപ്പം നമ്മൾ സ്കൂട്ടർ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പം ഇതിങ്ങനെ പറയും. എവിടെയെങ്കിലും കിട്ടാതെ വരികയാണെങ്കിൽ അവിടെ നിർത്തും, മൊബൈൽ എടുത്ത് നോക്കും, അത് തെറ്റുണ്ടോ സംശയമുണ്ടോ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ 1 മണിക്കൂർ വീട്ടിൽ നിന്ന് ഈ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് എൻ്റെ പഠന സമയം ഈ വർഷം. അതാണ് എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ വർഷം. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ആ വണ്ടി അവിടെ 1 മണിക്കൂർ നിർത്തി അവിടെ നിന്ന് പഠിക്കുന്ന പറയുന്നത്. അവിടെ നിന്ന് പഠിക്കും. മൊബൈൽ എടുത്ത് ബൈബിൾ വചനം കേട്ട് അവിടെ നിന്ന് പഠിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. 1 മണിക്കൂർ ആ വഴിയിൽ വെച്ച് സ്പെൻഡ് ചെയ്യുന്ന പറയുന്നത്. അത് ആരോടും വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ലെന്നാണ് ആള് പറയുന്നത്. അതെ 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 അങ്ങനെ പഠിച്ചൊരു വ്യക്തിയാണ് അവന്. അതിനോടുള്ള ഒരു ദൈവം നമ്പുരാൻ ഒരു കൃപ നൽകിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പല പല കാര്യങ്ങളുണ്ടാവും. വീട്ടിലത്തെ കാര്യങ്ങളുണ്ടാവും. വീട്ടിലെ കുറച്ച് റബ്ബറുണ്ട് വെട്ടാൻ, അത് രാവിലെ ടാപ്പ് ചെയ്യണം. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പം നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും നടക്കത്തില്ല. പക്ഷെ നമുക്കൊരു ദിവസം കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചിരിക്കണം എന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ട്. അപ്പം അതിനുള്ള കിട്ടുന്ന ഒരു സമയം എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൽ കണ്ടെത്തുന്ന ഉത്തരങ്ങളാണ് ഈ സമയങ്ങളൊക്കെ.